ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഈ വർഷം അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, അപേക്ഷ കൊടുക്കേണ്ട രീതി എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ പ്രധാനപ്പെട്ട രാജ്യത്തെ സ്കോളർഷിപ്പായിട്ടുള്ള സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിലവിൽ +2 ശേഷം, അതായത് +2 പാസ്സായി ഡിഗ്രി 1-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട രാജ്യ സ്കോളർഷിപ്പാണ്. അതായത് ഓരോ വർഷവും ഏകദേശം 82,000 വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യ സ്കോളർഷിപ്പാണ് നാഷണൽ, അതായത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും നോക്കാം. അതായത് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1-ാം വർഷം ഡിഗ്രി, +2 ശേഷം 1-ാം വർഷം ഡിഗ്രി റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന് പുറമെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ റെഗുലറായിട്ട് ഡിഗ്രി ഏത് സബ്ജക്റ്റായാലും, അതായത് എനി സബ്ജക്റ്റിൽ ഡിഗ്രി 1-ാം വർഷം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം +2 പരീക്ഷയിൽ, അതായത് നേരത്തെ 2024 മാർച്ച് മാസം കഴിഞ്ഞ +2 പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആ പരീക്ഷയിൽ 80% മാർക്കിന് മുകളിൽ, അതായത് 80% മുകളിൽ മാർക്ക് നേടി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 82,000 വിദ്യാർത്ഥികൾക്ക് രാജ്യത്ത് ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ 1-ാം വർഷം ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷം തുടർച്ചയായിട്ട് ഡിഗ്രിയുടെ കൂടെ PG ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സാണ് ഡിഗ്രിക്ക് ശേഷം എടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ടോട്ടലി 5 വർഷം ഈ പറയുന്ന സ്കോളർഷിപ്പ് തുക ഓരോ വർഷവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് 1-ാമത്തെ വർഷം 12,000 രൂപയും, അതേപോലെ തന്നെ പിന്നീട് PG പഠിക്കുന്ന സമയത്ത് 4-ാം വർഷം 5-ാം വർഷം 20,000 രൂപയുമാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുകയും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുക ലഭിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് തന്നെയാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. അതിൻ്റെ അപേക്ഷയുടെ അവസാന ഡേറ്റ് ഈ മാസം, അതായത് ഒക്ടോബർ 31-ാം തീയതി വരെ അപേക്ഷാ സമയമുണ്ട്. അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ സിമ്പിളായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വരുമാന പരിധി കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് മുന്നോടിയായി ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 100%-ൽ 50% ഈ പറയുന്ന സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കും, അതോടൊപ്പം തന്നെ ബാക്കി 50% വിവിധ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്കോളർഷിപ്പ്. അത് വാർഷിക വരുമാനം ശ്രദ്ധിക്കേണ്ട കാര്യം 4.5 ലക്ഷം രൂപയിൽ കവിയാത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് വാർഷിക വരുമാനം 4 ലക്ഷത്തിൽ കവിയാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും മിനിമം 80% മാർക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. 18-ന്റെയും 25-ന്റെയും വയസ്സിനിടയിലായിരിക്കണം വിദ്യാർത്ഥികൾ, അതായത് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ 18-ന്റെയും മാക്സിമം 25 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. കൂടാതെ അപേക്ഷ കൊടുക്കുന്നതിന് ഈ പറയുന്ന ക്രൈറ്റീരിയ മാത്രം ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട്, അതായത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഡിഗ്രി റെഗുലറായിട്ട് 1-ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. അതായത് ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ കറസ്പോണ്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന കോഴ്സുകൾ അനുവദിക്കില്ല. റെഗുലറായിട്ട് ഡിഗ്രി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കുക. 2, +2 മിനിമം 80% മാർക്കിൽ മിനിമം 80% അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർക്ക് ഉണ്ടായിരിക്കുക. 3-ാമത് വാർഷിക വരുമാനം 4 ലക്ഷത്തിൽ കവിയാതിരിക്കുക. എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഓൾറെഡി ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് തുക വാങ്ങുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നില്ല. അതേപോലെ വാർഷിക ഒരു വർഷത്തേക്ക് ഞാൻ പറഞ്ഞു 12,000, അതേപോലെ 4-ാം വർഷം 5-ാം വർഷം 20,000 രൂപ വരെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. അവസാന തീയതി ശ്രദ്ധിക്കുക, ഈ മാസം 31-ാം തീയതിയാണ്. അപ്പോൾ ഇനി അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. അപേക്ഷ നൽകാൻ വേണ്ടി വിദ്യാർത്ഥികൾ ജസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള സാധാരണ രീതിയിൽ scholarship.gov.in, ഞാൻ നേരത്തെയും പല സ്കോളർഷിപ്പിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതേ സെയിം വെബ്സൈറ്റ് തന്നെ scholarship.gov.in, ഈ ഒരു വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ കയറിയാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അതിനുശേഷം നിങ്ങൾ വീണ്ടും അപ്ലൈ സ്കോളർഷിപ്പ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നേരത്തെ ലഭിച്ച രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് നോർമലായിട്ടുള്ള നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എല്ലാ കാര്യം, ഇതിൽ എമൗണ്ട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഔട്ട് സൈഡ് നിങ്ങൾ ചെയ്താൽ മതി. വിദ്യാർത്ഥികൾക്ക് തന്നെ എളുപ്പത്തിൽ മൊബൈൽ വഴി തന്നെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള scholarship.gov.in
.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഇനി ഓൾറെഡി സ്കോളർഷിപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും 2ാം വർഷം 3ാം വർഷം 4ാം വർഷം 5ാം വർഷം ഓരോ വർഷവും സ്കോളർഷിപ്പ് റിന്യൂവൽ ചെയ്യണം. അപ്പോൾ ഈ വർഷം സ്കോളർഷിപ്പ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ അടുത്ത വർഷം വീണ്ടും ലഭിക്കാൻ വേണ്ടത് റിന്യൂവൽ ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ റിന്യൂവൽ ചെയ്താൽ മതി. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ടും അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സും നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ്, അതായത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അധികാരി, അതായത് പ്രിൻസിപ്പൽ സഹിതം നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സമർപ്പിക്കുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കോളേജ് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ കേരളത്തിലെയും അതേപോലെ കേരളത്തിന് പുറത്തുമുള്ള, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ സ്കോളർഷിപ്പുകളും പരമാവധി വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിൻ്റെ സമയമാണ്. ഈ മാസം 31 വരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപേക്ഷ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ തന്നെ കൃത്യമായിട്ട് തന്നെ അപേക്ഷ കൊടുത്തിടുക. 31 വരെ അപേക്ഷ കൊടുത്തതിന് ശേഷം ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കോളേജിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, റെഗുലറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിൻ്റെ ഇൻഫർമേഷൻ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുക. അതേപോലെ കോളേജിൽ നിന്ന് പല വിദ്യാർത്ഥികൾക്കും ചെയ്തു കൊടുക്കുന്ന അവസരമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. അല്ലാത്തവർ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കോളേജിൽ എത്തിക്കുക. അപ്പോൾ ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിക്കുക. പരമാവധി നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ കൂടി ഘട്ടം ഘട്ടമായിട്ട് വിളിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു സ്കോളർഷിപ്പ് എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.